ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പാമിസ് കിച്ചൺ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി കപ്പപ്പുട്ടാണ്. കപ്പപ്പുട്ട് നിങ്ങൾ പലരും കഴിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്തായാലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കപ്പപ്പുട്ട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആകെ ആവശ്യം കപ്പയാണ്. ഞാൻ 1 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ, ഒരു അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ 2 ഉള്ളി, അത് വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതിൽ ജീരകം ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ അരിപ്പൊടി, 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കപ്പ അരിയാനായിട്ട് ഇതുപോലെ ഒരു ഗ്രേറ്റർ വേണം. പിന്നെ പുട്ടൂറ്റി, ഞാൻ ഈ പുട്ടൂറ്റി മുളയുടെയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വേറെ പുട്ടൂറ്റി ആയാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കപ്പ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിലേക്ക് നമുക്ക് കപ്പ ഗ്രേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ബാക്കി എല്ലാ കപ്പയും നമുക്ക് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്കറിയാം, കപ്പയിൽ ഒരുപാട് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അത് നമുക്ക് ആവശ്യമില്ല. നമുക്കത് പിഴിഞ്ഞ് കളയാം. അത് പിഴിഞ്ഞ് നമുക്ക് ആ കപ്പ മാത്രമായിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെ എല്ലാം നമുക്ക് ഗ്രേറ്റ് ചെയ്തതെല്ലാം ഇതുപോലെ പിഴിഞ്ഞ് ആ വെള്ളം നമുക്ക് എടുത്ത് കളയാം. വെള്ളത്തിൻ്റെ ആവശ്യം നമുക്കില്ല. ഇതുപോലെ നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം. ഇനി അങ്ങനെ ഡ്രൈ ആക്കിയതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നേരത്തെ എടുത്തു വെച്ച ചെറിയ ഉള്ളി, ചെറിയ കഷ്ണങ്ങളാക്കിയതിൽ ജീരകം മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊന്നും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം, ചെറുതായിട്ടൊന്ന് ഇളക്കാം. അതുപോലെ തന്നെ പിന്നെ ഇളക്കി പിന്നെയും കുറച്ചും കൂടി അരിപ്പൊടി ഇങ്ങനെ ചേർത്ത് അങ്ങനെ കംപ്ലീറ്റ് മിക്സ് ചെയ്യാം. ഒറ്റയടിക്ക് എല്ലാ അരിപ്പൊടി ഇട്ട് കഴിഞ്ഞാലായിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ പുട്ടിൻ്റെ കുഴയ്ക്കുന്ന പരുവത്തിലേക്ക് തന്നെ നമുക്കിത് ആക്കിയെടുക്കാം. ഇനി നമുക്കിത് നേരെ നമ്മുടെ പുട്ടും കുറ്റിയിലേക്ക് നിറച്ച് കൊടുക്കാം. പുട്ടുംകുറ്റിയിലേക്ക് ആദ്യം തേങ്ങയിട്ട്, അതിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ എങ്ങനെ പുട്ട് നിറയ്ക്കുന്നത്, അതുപോലെ തന്നെ പുട്ടിൻ്റെ പൊടി നിറയ്ക്കുന്ന പോലെ തന്നെ തേങ്ങയിട്ട് ഗ്യാപ്പിട്ട് എങ്ങനെയെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഇഷ്ടത്തിന് അതുപോലെ നിറച്ച് കൊടുക്കാം. മീൻകറിയോ ഇറച്ചിക്കറിയോ ചിക്കനോ എന്ത് കൂട്ടിയും കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പുട്ടാണ് ഈ കപ്പപ്പുട്ട്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ചെയ്ത ചിക്കൻ്റെയും ബീഫിൻ്റെയും ഫിഷിൻ്റെയൊക്കെ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിറച്ച് കഴിഞ്ഞു. നമുക്കിത് സാധാ പുട്ട് വേവിച്ചെടുക്കുന്ന പോലെ തന്നെ നമുക്ക് പുട്ട് വേവിച്ചെടുക്കാം. ഞാനിവിടെ കുക്കറിലാണ് വേവിക്കുന്നത്. വീട്ടിൽ കുക്കറാണ് ഞങ്ങൾ യൂസ് ചെയ്യാറ്, കാരണം കുക്കറാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ. അപ്പോൾ നമുക്ക് കുക്കറിൽ ഇത് വേവിച്ചെടുക്കാം. ഞാൻ ആ ചിരട്ട തന്നെ വെച്ചാണ് അടയ്ക്കുന്നത്, വേറെ പാത്രമൊന്നും യൂസ് ചെയ്യുന്നില്ല അടയ്ക്കാനായിട്ട്. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചിരട്ടപ്പുട്ടിൻ്റെ കുറ്റിയിലേക്ക് ഇതുപോലെ ഈ കപ്പയുടെ പൊടി ഇട്ട് നിറച്ച് കൊടുക്കാം. അതായത് ഏത് പുട്ടുണ്ടാക്കുന്ന കുറ്റിയിലും നമുക്ക് ഈ കപ്പപ്പുട്ട് റെഡിയാക്കി എടുക്കാമെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറ്റി മാറ്റി നമുക്ക് അവിടെ ചിരട്ടപ്പുട്ടിൻ്റെ കുറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ കപ്പപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീട്ടിൽ നമ്മൾ കപ്പയൊക്കെ വാങ്ങി എപ്പോഴും ഒലത്തിയും വേവിച്ച് മാത്രം എന്നൊരു കാര്യമില്ല. ഇടയ്ക്ക് ഇതൊക്കെ വെറൈറ്റി ഒക്കെ ട്രൈ ചെയ്യുക. നല്ല രസമുണ്ട്, എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഉറപ്പാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയേക്കുക. കൂടുതൽ വീഡിയോസ് ഉണ്ടെങ്കിൽ പിന്നെ കാണാം.